ഒരു പ്രധാനപ്പെട്ട കവാടമാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. കൊച്ചി മെട്രോ റെയിലിൻ്റെ മെട്രോ സ്റ്റേഷൻ പരിശോധിച്ചാൽ നമ്മൾക്കറിയാം, വളരെ മനോഹരമായ ഈ നാടിൻ്റെ സാംസ്കാരിക മുഖം ഉയർത്തിപ്പിടിക്കുന്ന, ഈ നഗരത്തിൻ്റെ പൈതൃകം ചേർത്ത് പിടിക്കുന്ന ഈ 22ഓളം സ്റ്റേഷനുകളിലെ ഏറ്റവും മനോഹരമായ സ്റ്റേഷനുകളിൽ ഒന്നായി വിപുലീകരിച്ചിട്ടുള്ള സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറ മെട്രോ റെയിൽ സ്റ്റേഷൻ. എന്നാൽ ആ സ്റ്റേഷനുമായി ഇന്ത്യൻ റെയിൽവേ ബന്ധപ്പെടുത്തുന്നതോ അതുമായി നമ്മൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളോ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കേണ്ട പദ്ധതികളോ ഒന്നും തന്നെ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന സാഹചര്യത്തിൽ കൂടിയാണ് റെയിൽവേയുടെ വികസനത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുമാന മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കുന്ന, യാത്രക്കാരാൽ വലിയ തോതിൽ പാസഞ്ചർ ഫ്ലോ ഉള്ള തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് ഇനിയും വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ സമരമോ അല്ല, മറിച്ച് ഈ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് റെയിൽവേ വികസനം ആഗ്രഹിക്കുന്ന മുഴുവനും ആളുകളും അതിനതീതമായി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അധികാരികളുടെ മുമ്പിൽ നമ്മളുടെ ശബ്ദം ഉയർത്താനും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കാനും വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നിങ്ങൾ തന്നെ മുന്നോട്ട് വെച്ച ഒരാവശ്യമായിരുന്നു പാർക്കിംഗ് സംബന്ധിച്ചിട്ടുള്ളത്. ഏകദേശം 75 ലക്ഷം രൂപ MP ലാഡ്സ് ഫണ്ടിൽ നിന്നാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ട് വിപുലീകരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ബൗണ്ടറി വാളുകൾ നിർമ്മിക്കുകയും അത് ഒരുപാട് പാസഞ്ചേഴ്സിന് പ്രയോജനകരമായി മാറുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. നമുക്കറിയാം, അമൃത് ഭാരത് സ്റ്റേഷനായി കേരളത്തിലെ ചില സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തു. ആ സ്റ്റേഷനുകളിൽ ഒന്നായി ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റെയിൽവേ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഹാൾ, ഒരു വെയിറ്റിംഗ് ഹാളും അതിൻ്റെ വെയിറ്റിംഗ് ഏരിയയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി റെയിൽവേ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4.97 കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ 5 കോടി രൂപയിലധികം ഇനിയും നിർമ്മാണം അവിടെ നടക്കുമെന്നാണ് റെയിൽവേയുടെ അധികൃതർ കഴിഞ്ഞ ദിവസം എറണാകുളം ജംഗ്ഷനും എറണാകുളം ടൗണും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെയും വികസനത്തിൻ്റെ റിവ്യൂ നടത്തുന്ന മീറ്റിങ്ങിൽ നമ്മൾ ശക്തമായി ഉന്നയിക്കുകയും, നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ തൃപ്പൂണിത്തുറ പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് ഇനിയും 5 കോടി രൂപ അനുവദിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ലിഫ്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കണക്ടിവിറ്റിയാണ് മെട്രോ റെയിലിലേക്ക് റെയിൽവേ പാസഞ്ചേഴ്സിന് എത്തിച്ചേരാൻ കഴിയുന്ന, അവിടെ നിന്ന് മറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൈ വാക്ക് അടക്കമുള്ള ആവശ്യങ്ങൾ. അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കൊച്ചി മെട്രോ റെയിൽ MD ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്കും നമ്മൾ ഒരു കത്ത് ഈ മീറ്റിങ്ങിനെ തുടർന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് ഒരാധുനിക നഗരത്തിന് ഒരിക്കലും ചേരാത്ത, ഏറ്റവും തകർന്നു കിടക്കുന്ന, പ്രത്യേകിച്ച് മഴക്കാലത്ത് റെയിൽവേ പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് ദുരിതപൂർണമായ ഒരു യാത്ര പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ റോഡിൻ്റെ വിപുലീകരണം, ലാൻഡ് അക്വിസിഷൻ ഇല്ലെങ്കിലും റെയിൽവേയുടെ തന്നെ ഭൂമി അത് വെച്ചുകൊണ്ട് കുറച്ച് ഭൂമി എടുത്ത് റെയിൽവേയുടെ തന്നെ ഭൂമിയിൽ ആ റോഡ് വികസിപ്പിക്കാൻ ഉള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട
DRMന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ച വിവരവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ട്രെയിനുകളെ സംബന്ധിച്ച്, അതിൻ്റെ സ്റ്റോപ്പേജുകളെ സംബന്ധിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നിർത്തിയ സ്റ്റോപ്പുകൾ, ചില ട്രെയിനുകൾ ഒരു ഭാഗത്തേക്ക് മുംബൈ പൂനെ ട്രെയിന് പോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് സ്റ്റോപ്പുണ്ട്, മറുഭാഗത്ത് സ്റ്റോപ്പില്ല. അതുപോലെ തന്നെ 2 ട്രെയിനുകൾ അത്തരത്തിൽ ഒരു വശത്തേക്ക് മാത്രം സ്റ്റോപ്പ് അനുവദിക്കുന്ന അശാസ്ത്രീയമായ ഒരു സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. അത് നമ്മൾ റെയിൽവേ അധികൃതരോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മീറ്റിംഗ് ഇത് സംബന്ധിച്ച് സദേൺ റെയിൽവേയുടെ ജനറൽ മാനേജർ ഇന്ന് തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള MPമാരുടെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തപ്പോൾ അത് സംബന്ധിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി ട്രെയിൻ സ്റ്റോപ്പേജുകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളും റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പുതിയ ട്രെയിന് അനുവദിക്കുന്നതടക്കം ലൂപ്പ് ലൈനിന്റെ വിഷയമടക്കം തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ഇതുപോലെ ഒരു സമരം മെട്രോ റെയില് 16 മീറ്ററുള്ള അതിന്റെ കാരേജ് വേ 22 മീറ്റർ ആക്കണമെന്നും മെട്രോ ആരംഭിക്കുന്ന ആലുവ മുതൽ ആ പേട്ട വരെ അതിന്റെ വീതി എന്ന് പറയുന്നത് 22 മീറ്റർ ആണെങ്കിൽ പേട്ട മുതൽ തൃപ്പൂണിത്തുറ വരെ 16 മീറ്ററായി കുറഞ്ഞു എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇതുപോലെ ഒരു സമര പരിപാടി കൊച്ചി മെട്രോ റെയിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അവരുടെ കണ്ണു തുറപ്പിക്കാനും റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളുമായി തന്നെ നമ്മൾ ലോക്നാഥ് ബെഹ്റ മെട്രോ റെയിലിന്റെ MDയെ കാണുകയും നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് ഇത്തരം പദ്ധതികൾ, ഈ ലാൻഡ് അക്വിസിഷൻ പദ്ധതികൾ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ നിങ്ങള് പത്രങ്ങളിൽ വായിച്ചു കാണും, മെട്രോവിന്റെ 2ാം ഘട്ട വികസനം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള റീച്ച് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രം പല സ്ഥലത്തും നിർമ്മാണം നിലച്ച രീതിയിൽ നിൽക്കുകയാണ്. അപ്പോ ഗൗരവമേറിയ ഈ റോഡിന്റെ വികസനവും അതുപോലെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഈ രാജ്യനഗരിയുടെ പ്രൗഢിക്കനുസൃതമായി ആ റെയിൽവേ വികസനം നടക്കണമെന്ന അതിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുറ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി തുറ എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് റെയിൽവേ വികസനം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല, നമ്മളുടെ ബേസിക് ആവശ്യമാണ്. ഇത് പറയാനുള്ള കാരണം റവന്യൂ ജനറേഷൻ നോക്കുമ്പോൾ ബാക്കി ചെറിയ സ്റ്റേഷനുകളുമായി കമ്പാരിസൺ നടത്തുമ്പോൾ ആ ട്രെയിനുകളുടെ എണ്ണം നോക്കുമ്പോൾ ആ ട്രെയിനുകളെക്കാൾ തുലവും തുച്ഛമായ ട്രെയിനുകൾ നിർത്തുന്ന തൃപ്പൂണിത്തുറ സ്റ്റേഷന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള ആളുകളുടെ സ്വപ്നം എന്ന് പറയുന്നത് മൾട്ടി മോഡൽ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതായത് ഒരു ആള് ഒരു ടിക്കറ്റ് എടുത്താൽ ആ ടിക്കറ്റുമായി മെട്രോ റെയിലിലും ഇന്ത്യൻ റെയിൽവേസിലും മോട്ടോർ മെട്രോയിലും നമ്മുടെ ബസ്സിലും ലോക്കൽ ബസ്സിലും എല്ലാം കയറാൻ കഴിയുന്ന ആ ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഞാൻ ദീർഘമായി മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്, ആ റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ കുറച്ച്